അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു ഡ്രസ്സിൽ നെക്ക് പിടിപ്പിക്കുന്നത്, അതായത് നെക്ക് അടിച്ച് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അത് നാളെ ഇതേപോലെ കമൻറ്റിലൂടെ ആരോ ചോദിച്ചിരുന്നു നെക്ക് എങ്ങനെ അടിക്കുകയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് സംഭവം ഫ്രണ്ട് നെക്ക് മാത്രം അടിക്കണതേ ഉള്ളൂ. അതെങ്ങനെ അടിക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഏത് നെക്കാണോ, ഏത് ഷേപ്പിലുള്ള നെക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ക്യാൻവാസിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് ഒരു തുണിയിൽ വെച്ചിട്ട് ഒട്ടിക്കുക. അതായത് ഈ ഒരു നമ്മൾ ഏത് തുണിയിലാണോ ഡ്രസ്സ് അടിക്കാൻ പോണത് ആ തുണിയിൽ തന്നെ വെച്ചിട്ട് ഒട്ടിച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ആ ഒരു തുണിയിൽ വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ ആ ഒരു ചുറ്റുമുള്ള ഭാഗം ഇതേപോലെ വെച്ച് അതിൽ നല്ല വൃത്തിക്ക് വെച്ചടിച്ച് കൊടുത്തിട്ട് ഡ്രസ്സിൻ്റെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് വെട്ടി വെച്ച ഭാഗം ഈക്വലായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം 3 ഇഞ്ച് വീതിയിൽ അവിടെ ഒരു അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒരു കട്ട് ചെയ്യുക. ആ ഒരു കട്ട് ചെയ്ത് അവിടെ നിന്ന് വെച്ചിട്ട് ഇതേപോലെ ആ ഒരു ഭാഗത്തിൻ്റെ മേലെ വെച്ചിട്ട് ഈ കഴുത്ത് ഇങ്ങനെ വെച്ച് പിൻ ചെയ്ത് വെക്കുക. ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ കോണുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ അടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സാധാരണ അടിക്കുമ്പോൾ നീങ്ങാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചാൽ നീങ്ങൂല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ ഒരു അറ്റത്ത് കൂടെ തന്നെ നല്ല വൃത്തിക്ക് ഷേപ്പിൽ ഈ സംഭവം കഴുത്ത് അടിച്ചു കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഞാനൊരു ഡ്രസ്സ് അടിക്കുമ്പോൾ കൂടുതൽ ടൈം സ്പെൻഡ് ഈ ഒരു കഴുത്ത് അടിക്കാനാവട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കഴുത്ത് വൃത്തിയായിട്ടില്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് കാണാൻ തന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ കഴുത്ത് ഇങ്ങനെ വെച്ച് നല്ല വൃത്തിക്ക് അടിച്ചതിന് ശേഷം ഒരു തയ്യൽ തുമ്പ് വിട്ടിട്ട് ഈ കഴുത്തിൻ്റെ ഉള്ളിൽ ബാക്കി വന്ന ആ പാർട്ട് വെട്ടിക്കളയുക. എന്നിട്ട് നമ്മൾ ഈ കഴുത്ത് തിരിച്ച് മറിക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു കഴുത്തിൻ്റെ നമ്മൾ തയ്യൽ തുമ്പ് വിട്ട ഭാഗത്ത് ജസ്റ്റ് ഓരോ കട്ടുകൾ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ കോണുകളും കെർവുകളൊക്കെ ഉള്ള ഭാഗത്ത് ജസ്റ്റ് നല്ല വൃത്തിക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കഴുത്തടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നല്ല ഭാഗത്തു നിന്ന് വെച്ചിട്ട് ചീത്ത വശത്തേക്ക് കേട്ടോ മറിച്ചിട്ട് കഴുത്തടിക്കുക. ഈ ഒരു നല്ല വശത്തു നിന്ന് ചീത്ത വശത്തേക്ക് മറിച്ചടിക്കുന്ന കാര്യം പറയുമ്പോൾ നല്ലോണം സ്റ്റിച്ച് ചെയ്യണവർക്ക് അത് വലിയൊരു സംഭവമായിട്ട് തോന്നില്ല. പക്ഷേ ഞാനൊക്കെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് കുറേ തെറ്റിപ്പോയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫ്രണ്ടിൽ നിന്ന്, അതായത് നല്ല പാർട്ടിൽ നിന്ന് ചീത്ത പാർട്ടിക്ക് ഇങ്ങനെ മടക്കിയടിക്കുന്ന കാര്യം. അങ്ങനെ പിന്നെ നമ്മൾ ഈ കഴുത്ത് മറിച്ചടിച്ചെടുക്കുമ്പോൾ ഈ ഒരു നല്ലോണം വല്ലാതെ സ്പേസ് വിടാതെ നല്ല കുറച്ച് തുമ്പത്ത് കൂടെ വേണ്ടിട്ടോ ഈ ഒരു കഴുത്ത് അടിച്ചെടുക്കാൻ, അതാവും കാണാൻ ഒന്നും കൂടി വൃത്തി. അങ്ങനെ പിന്നെ അത് അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഇതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വരും. അത് ഈ ഒരു ലൈനിങ്ങിൽ വെച്ചിട്ട് വൃത്തിയായിട്ട് ആ ലൈനിങ്ങിൽ അടിച്ചു കൊടുക്കുക. ഇനി ലൈനിങ് വെക്കാത്തതാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നേരെ ആ തുണിയിൽ തന്നെ വെച്ചിട്ട് വൃത്തിക്ക് അടിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നമ്മൾ ഹെം ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഒരു അടിച്ചു വെച്ച കഴുത്ത് നല്ല വൃത്തിക്ക് അവിടെ നിൽക്കും. തിരിച്ച് അതായത് പുറത്തേക്ക് വരാതെ അവിടെ വൃത്തിക്ക് നിന്നോളും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ലൈനിങ്ങിൽ ഈ ഒരു ടോപ്പിൻ്റെ ഭാഗം മൊത്തം വെച്ചിട്ട് അടിച്ചു കൊടുത്തത്. അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം റെഡി ആയിട്ടോ.